guys, welcome back to my YouTube channel. ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. അതിന് മാത്രം സെലിബ്രേഷൻ ഒന്നുമില്ല. നമ്മളിവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ കൂടുമ്പോൾ എപ്പോഴും ആ വീട്ടിലുള്ള ആരാണോ അവർ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കൾച്ചറാണ് പൊതുവേ നമ്മൾ കണ്ടുവന്നത്. ഓരോരുത്തർ ഓരോ എന്താ പറയുക ഇത് വെച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഓരോ പാക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനിപ്പോൾ നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിക്കൻ നല്ല ഡ്രൈ ഫ്രൈ പ്ലസ് മറ്റേ നമ്മുടെ കട്ട്ലറ്റാണ്. അപ്പോൾ അപ്പു അപർണ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ വേറെ കുറേ രണ്ടെണ്ണം ബീഫ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. ബട്ട് നമ്മളെന്താണെങ്കിലും ഒന്നുമല്ല സെറ്റപ്പായിട്ട് ഞാൻ മറ്റേ കട്ട്ലറ്റും പിന്നെ മറ്റേ സംഭവം ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ കട്ട്ലറ്റിനുള്ള മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലുക്ക് കളക്കണ്ട. പിന്നെ ചിക്കൻ വറുക്കാനുള്ള സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സോസ് ഓൾറെഡി കുഞ്ഞൊരിതിൽ പേരിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അവിടെ ഓൾറെഡി സോസ് ഉണ്ടാവും. പിന്നെ കട്ട്ലറ്റ് സെക്കൻഡ് ബാച്ച് ചിക്കൻ. ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. നമ്മൾ സാധനങ്ങളൊക്കെ റെഡിക്ക് സോ എന്താ പറയുക, ഞാൻ ഭയങ്കര പ്രൗഡാണ് എന്നെപ്പറ്റി ഓർത്തിട്ട്. ബിക്കോസ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്യണം. ഓക്കെ, സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. നമുക്ക് പാക്ക് ചെയ്യാം. ഓക്കെ, സാധനമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. നീ തുറന്നു. നല്ല മോനാണോ? അങ്ങനെ അലക്സ നമുക്ക് പെസഹാപ്പാലൊക്കെ ഉണ്ടാക്കി തന്നു. കുടിക്കുന്നത് ഇപ്പോഴാന്ന് മാത്രം. നമുക്ക് വേണമെങ്കിൽ അവൻ്റെ റൂം ടൂർ ഞാൻ കാണിച്ചു തരാം. അവൻ എന്നെ കൊല്ലും, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എന്ന് അവൻ അവകാശപ്പെടുന്നു. ഇവിടെയാണ് അവൻ്റെ അടുക്കള വരുന്നത്. ഇതൊരു ടിപ്പിക്കൽ ജർമ്മൻ വീടാണ്. അലക്സിന്റെ റൂം. വീട്ടിൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് അവരുടെ ബാൽക്കണിയാണ്.
ആ ഒച്ച ഒന്ന് കേൾക്കുമോന്ന് എനിക്കറിയത്തില്ല. ആ ഈ വീടിന് എത്രയാ നീ റെന്റ് പേ ചെയ്യുന്നേ? 850 യൂറോ. അലക്സ് ഗാരുമാണ് നമുക്ക് വേണ്ടി ഇന്ന്. എവിടുത്തെ ബീഫ് കറിയുടെ അങ്കമാലിയോ? ഇവരൊക്കെ അങ്കമാലിക്കാരാണ്. വലിയ മ്യൂസിയത്തിൽ മാത്രമേ ഞാൻ ഇതുപോലെ കുക്കർ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ നീല നീല ഇതിലാണ് നമ്മൾ. കഴിച്ചോടി. ഞാനതെങ്ങനെ ഇടും? അടച്ചോ. ഈസ്റ്റർ തലേന്നാ കഴിക്കുന്നേ. അത് പാതിരാ കുർബാനയ്ക്ക് വന്നിട്ടല്ലേ? അതെ, അത് ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഹാപ്പി ഈസ്റ്റർ പറയപ്പോ. ഹാപ്പി ഈസ്റ്റർ. അങ്ങനെ ഈസ്റ്റർ മോർണിംഗ് ആയിട്ടുണ്ട്. നമുക്ക് അടുക്കളയിലെ പരിപാടികളൊക്കെ നോക്കാം. ഓക്കെ, തിരിച്ചു പോകും. പണ്ടേ പോലെ വലിക്കുന്നില്ല. ഗൈസ്, നമ്മൾ ഇന്ന് പള്ളിയിൽ പോകുന്നുണ്ടോ? അപ്പോ പള്ളിയിൽ പോകണം എന്നാണ് എന്റെ ആഗ്രഹം. നമ്മൾ പള്ളിയിൽ പോകുമോ എന്നുള്ളത് ചുരുളറിയാത്ത രഹസ്യമാണ്. ഇവിടെ 3 മണിക്കോ 4 മണിക്കോ എന്തോ ആണ് പള്ളി. സോ ലെറ്റ്സ് ലുക്ക്, നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? ജോയെ, നമ്മൾ പള്ളി പോകുന്നുണ്ടോ? നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്. ഗൈസ്, അലക്സാണ്ടറു ആണ് നമുക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. എടാ, അടിപൊളി ചായ. നല്ല പാലിന്റെ ചുവയുണ്ട്, പാൽ കൊഴുപ്പുണ്ട്. സുട സുട സാദം ചായ. പുത്തരി പള്ളിയിൽ കൊണ്ടുപോവാനായി. ഓൾറെഡി ലേറ്റ് ആയിട്ടുള്ള പള്ളിയിലേക്ക് നമ്മൾ പോവാണ്. ജാക്കറ്റ് കയ്യിലുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ എങ്ങനെ വന്നാലും അവസാനം ആകുമ്പോഴാണ് നമ്മൾ ഇതാവുക. ബട്ട് എനിവേസ് വി ഫൈനലി ഡിസൈഡഡ് ടു ഗോ ടു ഇവിടെ തോട്ടിൽ വെള്ളം ഒഴുകുന്നു. ഇന്നലെ നമ്മൾ കണ്ടത്. എന്താ, നമുക്ക് പോയി വാങ്ങിക്കാവോ? പള്ളി പോയി കുർബാന കണ്ടു. എനിക്കൊന്നും മനസ്സിലായില്ല, നല്ല അടിപൊളിയായിരുന്നു.
സോ ദേവിൽക്കുഞ്ഞാൻ കുർബാന എങ്ങനെ ഉണ്ടായിരുന്നു? ആ ശരി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ടെൻറ്റ് പണിയുക, വീടിനുള്ളിൽ തന്നെ ടെൻറ്റ് കെട്ടി അതിൽ ജീവിക്കുക, ഇതൊക്കെയാണ് ഒരു ജസ്റ്റ് ഫോർ ഹരം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഈസ്റ്റർ വ്ളോഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു റാൻഡം ഡേ സ്പെൻഡിങ് വിത്ത് ഫ്രണ്ട്സ്, ഗോയിങ് ടു ചേർച്ച്, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അവിടുത്തെ സൽക്കാരത്തിനൊന്നും നിൽക്കാൻ നിന്നില്ല, ബിക്കോസ് ഞങ്ങൾ പേര് കൊടുക്കാണ്ടാണ് പോയത്. സോ ഞങ്ങൾ ജസ്റ്റ് പോന്നു. എനിവേയ്സ്, അതായിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ വ്ളോഗ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എടാ അഞ്ചേച്ചി ഹായ് പറയൂ. പ്രത്യുഷ്കാരുമാണ് ഗൈസ് ഇതുണ്ടാക്കുന്നത്. ഗൈസ് ഇതാണ് ഒന്ന് എഴുന്നേറ്റ്